everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Adu 3. Let's watch it. ബ്രിട്ടീഷുകാരുടെ മുമ്പില് നാണം കെടാതിരിക്കാൻ പാലത്തിന്റെ വിഹിതം കൊടുത്തേ പറ്റൂ. വ്യാപാരികൾക്ക് അപ്പം തരാതെ നിൽക്കുന്നുകൊണ്ടും എന്റെ തിരുനടു ഇങ്ങനെ ഇരിക്കുന്നുകൊണ്ടും പടനായകൻ കുറുപ്പ് ഇറങ്ങിയേ പറ്റൂ. കുറുപ്പിറങ്ങിയാൽ അങ്ങാടിയിലെ വ്യാപാരികളുടെ രക്തം കണ്ട ഇറങ്ങും. അത് വേണോ രാജൻ? വേണം വേണം വേണം, അത് വേണം. ആ വലിയ കീഴ് വടക്കുള്ള കച്ചവടക്കാരെ കണ്ണീര് എനിക്ക് കാണണം. മാടൻ കണ്ടപ്പന്റെ തലയുമായി എത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ പറയൂ. ये तो उसके अबू ये सब फ्रेंड्स है ना. अबू മാടമ്പല നിവാസികൾക്ക് പടനായകൻ കോമൻ കുറുപ്പിന്റെ അഭിവാദ്യം. നിങ്ങളുടെ പ്രശ്നത്തിന് അറുതി വരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ആ കവർച്ചക്കാരൻ മാടൻ കണ്ടപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ചാരന്മാർ അറിയിച്ചിട്ടുണ്ട്. ആരും ഭയപ്പെടേണ്ടതില്ല. നാം അവരെ തുണ്ടമാക്കും. ഇന്നത്തെ അസ്തമനം കണ്ടപ്പന്റെ കൂടെ ജീവിതത്തിൽ അസ്തമനമായിരിക്കും. ഇനി അങ്ങനെ അല്ലാതെ വന്നാൽ ഞാൻ വണങ്ങുന്ന കളരി ദൈവങ്ങളാണ് സത്യം. എന്റെ ഇടവും വലവും നിൽക്കുന്ന അനുചരന്മാർ രണ്ടും നിങ്ങളുടെ ഈ പരദേവതയുടെ ബലിക്കല്ലിൽ സ്വയം തലതല്ലി മരിക്കുന്നതാണ്. പടനായക കണ്ടപ്പൻ മണ്ണ് വരെ തിന്നാതെ പടനായക ഒരു മുഴുവൻ कौन आया ऐसा? പടനായക അഹങ്കാരിയുടെ ഇരിപ്പ് കണ്ടില്ലേ? കുറച്ച് നോക്കുന്നു. Something is wrong with him. ആരാ പടത്തില്? കണ്ടപ്പ हाँ? ഇത് അതിഗംഭീരം. अबे क्या है? झंडा लगा था किसका? അത് ആരുടെ കൊടുക്കുക? किसी की आर्मी आ रही है. ओ इतने सारे लोग हैं. എന്താണ് വരുന്നത്? ഈശ്വര, ടിപ്പു സുൽത്താന്റെ സൈന്യം. ടിപ്പുവിന്റെ പടനായകൻ അസം ഖാൻ. बीजेम भी अच्छा दिया. പടനായകൻ കോമൻകുറുപ്പ്, എന്താണ് നമ്മുടെ അടുത്ത നീക്കം? അയ്യോ അതേതാ നമ്മളറിയാത്തൊരു പടം. നമ്മളാണ് ആ പടം. ड्रैगन നിജവാദ രാജ ബന്ദിത്താൻ. നിന്റെ ഹുസൂറത്തിന് ഈ രാജ്യം അറിയണ്ടേ? പിന്നെ അറിയണം ഹുസൂർ. ബീരങ്കി Fire the cannon.
हाँ अच्छा अभी करंट टाइम हाँ बोल रहे हैं अपन 2 टाइमलाइन चल रहा है തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് ശേഷം ഒരാഴ്ചക്കാലമായി ഇതുവരെ Okay. മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത ആഭ്യന്തര PWD വകുപ്പ് മന്ത്രി PP ശശി PP. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇതിനുവേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആശാൻ മാധ്യമങ്ങളെ കാണാൻ മടി കാണിക്കുന്നത് എന്താ? അതുപോലെ ആശാൻ ഒളിവിൽ പോയെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ ആശാൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർട്ടിക്ക് ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ട് മന്ത്രിസഭയിലെ മുതിർന്ന അംഗമെന്ന നിലയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് ഒരു ഭയം കൊണ്ടാണ് ആശാന്? ഭയമോ? ഇടോ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ മുടക്കാതെ വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയവുമല്ല പരാജയവുമല്ല. ഈ നികുതി പണമെന്ന് ഇനി പട്ടിണി കിടന്നാലും ഒരുത്തന് 10 പൈസ കൊടുക്കത്തില്ല. കൊടുക്കൂല. എഴുന്നേറ്റ് കാര്യമുള്ളതുകൊണ്ടാണല്ലോ തോന്നുമ്പോൾ അവൻ മാറ്റിക്കുത്തുന്നത്. എടോ ജോർജെ, അവസാനത്തെ ചോദ്യം ചോദിച്ച ആ ചൊറിയന് ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖം എന്ന് പറഞ്ഞ് രാത്രി ആ ഡാമിന്റെ പരിസരത്ത് കൊണ്ടുവരണം. അത് ഞാൻ ശരി. ഡാമിലെ ചെമ്പല്ലികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുറെ കാലമായി. വന്ന് കേറിക്കോളൂ. അവന് ഇഷ്ടമുള്ളത് ചോദിക്കാം. അവന്റെ ഇഷ്ടത്തിന് ഞാൻ മറുപടി പറയണം. എവിടെ പോയാലും കൂടെ വരും. എന്ത് കഷ്ടമാണ്. പിന്നെ ഞാനവന്റെ ഇതിപ്പോ എവിടെ പൊട്ടി വീണത്? മനുഷ്യനെ പേടിപ്പിക്കാൻ നല്ലവരാണോ? ഇവിടെ എന്താ കാര്യം? ആശാനെ പോലെ നേരവാ നേരെപ്പോ അതല്ലേ എന്റെ രീതി. ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. ആശാൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ആശാൻ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും. ഇതാ ഗുണത്തിന്റെ സാമ്പിൾ. വൈരമാണ് ആശാനെ, വൈരം. ഒരു വൈരക്കല്ലുകൊണ്ട് എന്നെ സ്വാധീനിക്കാമെന്നാണോ തന്റെ വിചാരം? അയ്യോ, ഇത് ആശാനുള്ളത്. അങ്ങനെ കൈക്കൂലി എന്ന ആശാനെ വീഴ്ത്താമെന്നുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അത് നടപടിയാവില്ലെന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഈ കല്ല് ആശാന്റെ ഹൈ റേഞ്ചിലുള്ളതാണ്. ഇത് വിറ്റാൽ ധാരാളം പണം കിട്ടും. അത് ആശാന്റെ ഹൈ റേഞ്ച് വികസന ഫണ്ടിലേക്ക് വെക്കാം. കടം കയറി മുടിഞ്ഞ സർക്കാർ ഖജനാവിനെ നമ്പണ്ട. കാര്യം നടന്നാൽ ഇതുപോലുള്ള കല്ലുകൾ ഇനിയും ഞാൻ തരും. അതെല്ലാം വിറ്റ് ആശാൻ നടത്തുന്ന വികസനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൈ റേഞ്ച് മറ്റു കാറ്റുപോയ രാജേഷേ, ഇതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ആയിക്കോട്ടെ. ആരുടെ കയ്യിൽ പെടല്ലേ. അപ്പൊ അടുത്ത ആഴ്ച കേട്ടോ. ഓക്കെ, കാണാം. അതെ സാർ, അർബൻ നക്സലൈറ്റ് രാജേഷ് തന്നെ. കോംപ്ലക്സിന് പേര് സാർ. കൂടെ തന്നെ ഉണ്ട് സാർ. ആ സുഖം. നിങ്ങൾക്ക് वो सलमान खान का रॉकेट पहना अच्छा अच्छा या बत्ते शरबते കിട്ടുമോ? നല്ല കാലത്ത് തന്നെ 100 മതിയോ? എന്നാലും 150 ആക്കാം. രാജേഷ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഓവർ ബഹുമാനം കാണിച്ച് സർബത്തിൽ പറ്റിക്കാൻ നോക്കുന്നോടാ റാസ്കൽ. തോമച്ചാൻ എല്ലാം ഒപ്പി എടുത്തോണം. ഓക്കെ സാർ. അവരും മലരും നെയ്ത്തേങ്ങയും. കർത്താവ് മലയ്ക്ക് പോവാണോ? അയ്യോ, ഉണ്ടകൾ പലതും പല സൈസാണല്ലോ കാണുന്നവരെ.
വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ. തീർത്ത് തരാം. ഇങ്ങോട്ട് വാ. സാർ, A4 സാർ. ഗംഭീര പ്ലാനാണ് സർ. ഈ കാണുന്നത് ഊർജതന്ത്രം, ആ കാണുന്നത് രസതന്ത്രം, മുകളിൽ കാണുന്നതാണ് സാറേ നയതന്ത്രം. എല്ലാം കുതന്ത്രങ്ങളാണ്. ഇതിന്റെയൊക്കെ പകുതി കഷ്ടപ്പാട് മതിയല്ലോടാ നിനക്കൊക്കെ. അവന്മാര് ചിരിച്ചില്ല. സാറ് തമാശ പറയുമ്പോ നിനക്കൊക്കെ ചിരിച്ചോടാ. മുങ്ങി സാർ. അയ്യോ കുഞ്ഞിട്ട് 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 ഞാൻ സാറിനെ നോക്കി പഠിക്കുകയാണ് സാർ. എന്തിനാണ് തോക്കുന്നത്? പോലീസാണ് വിട്ടേക്കുന്നത്. തോക്കെടുക്കണമെന്ന് സാറ് പറഞ്ഞോണ്ട് ഞാൻ പോലീസ് ലോക്കറിൽ വെച്ചിട്ടാ പോയത്. ഇല്ലെങ്കിൽ ഞാൻ അവന്മാരെ ജനലിൽ കൂടെ വിടല. താ ഒലത്തിയാല് തന്നെ തോക്കെടുക്കണമെന്ന് പറഞ്ഞത് വെറുതെ തന്റെ അവിടെ നാട്ടറിയാണോ കിലോമീറ്റർ ഓടി പോയി കാട്ടി കയറി വേട്ടഴിച്ചു മാറ്റി. അതിന്റെ 4 ടയർ കുത്തിക്കീറി. ഇതൊന്നും പോരാത്തതിന് തന്നെയൊക്കെ ലോഡ്ജ് മുറിയിലെ പൂട്ടം പൊളിച്ച് പുറത്തിറക്കുന്നത് സോഷ്യൽ മീഡിയയിലും. അതിന്റെ നാണക്കേട് വേറെ. താനൊക്കെ എന്ത് തരം മണ്ടന്മാരാണോ? ഹൈറേഞ്ചിലെ ബെസ്റ്റ് ആണ് സാർ. അയ്യോ ആശാൻ സ്പെഷ്യൽ ഓർഡർ തരാൻ നേരിട്ട് വരിക. ഒരിക്കലും പിടികൊടുക്കില്ല. കൊള്ളാം. ചെക്കിടാൻ പോലെ നിൽക്കുവാരുണ്ട്. ഖജനാവ് മുടിപ്പിക്കുമല്ലോ. എവിടാ മണ്ട ഷമീർ? ഇപ്പൊ തന്നെ എനിക്ക് ചൊറഞ്ഞു വരുന്നു. ഷമീറേ, ഷമീർ സാർ തിരക്കിലാണോ? ഞാൻ ഇന്നലെ കളഞ്ഞു പോയൊരു സാധനം തപ്പുമായിരുന്നു. തന്റെ തലച്ചോറാണെങ്കിൽ തപ്പണ്ട, കിട്ടത്തില്ല. ആശാനൊന്ന് മോളിയിരുന്നെങ്കിൽ ഞാനങ്ങ് ഓടി വരുമായിരുന്നല്ലോ. ആശാൻ ഇരുന്ന് മൂളിയാലും നിന്ന് മൂളിയാലും നക്സലറ്റുകൾ പൂട്ടിയെത്താൻ എങ്ങനെ ഓടിയെത്താനോ? അത് പിന്നെ ഞാൻ വാ തുറന്നാൽ എന്റെ മനസ്സ് മാറും. അതുകൊണ്ട് വാ തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. ഷമീറെ, എനിക്ക് തന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. മറ്റാരും അറിയാൻ പാടില്ല. രഹസ്യമായിരിക്കണം. ആശാന് വേണ്ടി ഷമീർ ഇത് കുറെ കണ്ടതാ. കാല് പിടിക്കണ്ട, കാര്യം നടക്കണം. നടത്തിയിരിക്കണം. ഈ അടിമ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ചേട്ടാ മൂങ്ങയുടെ ഉച്ചരക്കൽ നീ കാണിക്കണ. എന്റെ നടുവിന്റെ വലിയ ഊരി നീ എടുത്തു. ഈ നടുവ് നമുക്കൊന്ന് കോൺക്രീറ്റ് ചെയ്യണം. എന്നിട്ട് നിന്നെ അതിനകത്തിട്ട് മൂടാം. ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നതല്ല. ഈ കൊച്ചിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതാ. പറയടി. അമ്മച്ചി വീട്ടിൽ കയറ്റാത്തോണ്ട് ഞാൻ അങ്ങോട്ട് വരാത്തല്ല കേട്ടോ. അമ്മച്ചി ഫുൾ ടൈം വീട്ടിലുള്ളതുകൊണ്ട് വരാത്തതാ. എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ പാപ്പ. പാപ്പന് എന്നോടൊരു ഉറപ്പും പറയാത്തോണ്ട് ഞാനതിനങ്ങ് സമ്മതിച്ചു. പാപ്പന്റെ വീട് ചെത്തിയതിന്റെ സന്തോഷത്തിലേക്കാണ് ഞങ്ങളോട് ഇന്നത്തെ കണ്ണിച്ചോറിൽ തോത്താൻ അപ്പൊ ശരി പാപ്പ, എവിടെയെങ്കിലും വെച്ച് കാണാം. പോവാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വേട്ടാവളിയന്മാരുടെ എന്തിനാ മക്കളെ നിൽക്കുന്നത്? വാ, നമുക്ക് പോവാം. ഇനി എന്തായി? കർത്താവൊക്കെ നല്ലൊരു കുടുംബജീവിതം കൊണ്ടുവരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. അമ്മച്ചേ, അമ്മച്ചേ, എന്നതാ ഒന്നേ കല്യാണമൊക്കെ ആയതല്ലയോ? നടന്നു. ഞാൻ അമ്മച്ചിയോട് ഹാപ്പി ബർത്ത്ഡേ. അത് തരാനൊന്നുമില്ല. പോക്കറ്റാ കാര്യം. ഇതൊക്കെ ഉള്ളു. നിങ്ങളെല്ലാരും ഞാൻ എന്നാ ചെയ്തേ? ഉണ്ണീശ്വരൻ മാധവനും കണ്ടോടാ, നീ രക്ഷപ്പെടും. അമ്മച്ചി പോട്ടെ.
നമ്മുടെ പുതിയ ക്ലബിന്റെ വാടക കുടിശ്ശിയായിരുന്നല്ലേ പറഞ്ഞത്? എപ്പോഴേ അതൊന്ന് കൊടുത്തേക്കാം കേട്ടോ. ആണ് കേട്ടോ വന്നേതാ. ഏതാ പോലെ പറ്റിയേ? പിന്നെ എന്റെ മോന് പൊന്നുമച്ചി ഒരു കാര്യം തരാൻ മറന്നുപോയി. എന്താ? എന്റെ മാലിടണം. ഏത് മാമന്റെ മാലയല്ല, എന്റെ മാല വരാനാണ് പറഞ്ഞത്. നീ എനിക്ക് മുമ്പ് വന്നപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു മിനിമം നീ എന്റെ ഒരു കിഡ്നി എങ്കിലും അടിച്ചു മാറ്റുമെന്ന്. എടുക്കടാ. എന്നതാ? അല്ല അമ്മച്ചി പെട്ടെന്ന് പണയം വെച്ച് കളയരുതല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കായിരുന്നു. ആ, ഇതാണ് എന്റെ മാല. എടി കൊച്ചേ, മക്കളെ, നീ പോയി വേറെ കെട്ടുന്നതാ നല്ലത്. നീ ഇങ്ങോട്ട് കേറ്. അപ്പൊ ക്ലബിന്റെ വാടക കുടിശ്ശിയാണ്. അത് പിന്നെയും കുടിശ്ശിയായി. ഇനി എന്തൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്കേ ആ ബാബാജി ഒന്ന് പോയി കണ്ടാലോ? ഏത് ബാബുബാജി? ഏത്? ആ ദുർമന്ത്രവാദി ചുടലരാമന്. അതെ അവർക്ക് ദുർമന്ത്രവാദി മതി. അതാവുമ്പോ പാപ്പനെ പിടിച്ചിട്ട് തലയിൽ രാണി അടിച്ച് തരാവുന്ന പ്രശ്നമുള്ളൂ. പോണോ രാജി രാണി വെച്ചു എന്നിട്ട് ആ ആണി എടുത്ത് വായി കുത്തി കയറ്റാം. വേണേ 3 ഇഞ്ചാക്കട്ടോ. अरे रे यार क्या मजा आ रहा है. और पुराना टाइम फिर अभी नया टाइम. वो पुराने टाइम पे डूड आ गए, अब्दुल आ गया, सब आ गए उधर. और अभी इधर भी एक्चुअल में सर्वर समीर भी आ गया था पिछले इसमें. अभी यहाँ पे सर्वर समीर, फिर वो पॉलिटिशियन अपना पीपी. एक्चुअल टाइम पे डूड नहीं है यार. अभी करंट टाइम का डूड देखना है. टाइम का डूड देखना है क्योंकि वो किधर वो है यार इंग्लिश चुरा फर्स्ट एक्चुअली आई थॉट इट्स इमोशनल एकदम हैप्पी बर्थडे वो. बट रेंट विल बी पेड. मतलब ऐसा कैसा पेड देख रहा था मैं जैसे गायब है एकदम. अरे रे. और वो भी सरपंच से मेरे पीछे लग रहा, पीछे से गायब हो गया, भाग गए. एक्चुअली ओहो. it's fun, yeah, it's fun. Let's wait for more scenes, guys. Meanwhile, take care. Bye bye.